നമ്മൾ ഇപ്പോൾ കേട്ട ആ ഗാനം ഒരു കാലത്ത് കേരളത്തിലെ യുവതലമുറ ഏറ്റുപാടിയ പാട്ടാണ്. അതിൽ പ്രണയിച്ചവരും പ്രണയനൈരാശ്യത്തിൽ വീണുപോയവരും ഉണ്ടായിരുന്നു. സ്നേഹിച്ച പെൺകുട്ടിയെ മറ്റൊരാൾ വിവാഹം കഴിച്ചതറിഞ്ഞ പരീക്കുട്ടി, കടപ്പുറത്തുകൂടി പാടി നടന്ന ആ ഗാനം ഇന്നും മൊളി നടക്കാത്തവരില്ല. കാമുകയ്ക്ക് വേണ്ടി കാതുമുറിച്ചു കൊടുത്ത ലോകപ്രശസ്ത ചിത്രകാരൻ വാൻ ഗോഗിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അതേപോലെ പ്രണയനൈരാശ്യത്താൽ ആത്മഹത്യ ചെയ്ത രമണനെയും നമുക്കറിയാം. പ്രണയം അങ്ങനെയാണ്, ചിലരെ സന്തോഷിപ്പിക്കും, ചിലരെ നിരാശപ്പെടുത്തും. ഇഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇഷ്ടപ്പെട്ടതൊന്നും നമ്മുടെ സ്വന്തമല്ല, അതൊക്കെ നമ്മൾ ആഗ്രഹിച്ചത് മാത്രം. അങ്ങനെ ആഗ്രഹിച്ചതിനെ, ഇഷ്ടപ്പെട്ടതിനെ ലഭിക്കാതെ വരുമ്പോഴുണ്ടാവുന്ന അവസ്ഥയെ മറികടക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം കുറെ കൂടി മനോഹരമായി തീരുന്നത്. എന്നാൽ ഈയിടെയായി നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും അടങ്ങുന്ന പുതുതലമുറയുടെ പോക്ക് എല്ലാവരെയും പറയുന്നില്ല, വല്ലാതെ ഭയമുളവാക്കുന്നുണ്ട്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ, വിവാഹത്തിന് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ വെട്ടിയും കുത്തിയും ആസിഡ് ഒഴിച്ചും പെട്രോൾ ഒഴിച്ചും കൊലപ്പെടുത്തുന്ന ഈ പ്രവണത നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ മനസ്സിൽ എവിടെയാണ് സ്നേഹമുള്ളത്? എവിടെയാണ് പ്രണയമുള്ളത്? ഇഷ്ടപ്പെട്ടത് കിട്ടാതെ വരുമ്പോൾ മാനസിക നില തെറ്റുന്ന ഇവരുടെ കൂടെയാണോ മരണം വരെ ജീവിക്കേണ്ടത്? സ്നേഹം പിടിച്ചു പറിച്ചാൽ കിട്ടുന്ന ഒന്നല്ല. നോക്കൂ, നമ്മുടെ പുതുതലമുറയിലെ കുട്ടികൾ മിടുക്കന്മാരും സമർത്ഥന്മാരുമാണ്. ശാസ്ത്ര സാങ്കേതിക വളർച്ചയ്ക്കൊപ്പം പഠനത്തിൽ അവർ കൈവരിക്കുന്ന നേട്ടങ്ങൾ നമ്മളെ അതിശയിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ അതിൽ കുറച്ച് പേർ എവിടെയൊക്കെയോ വെച്ച് വഴിതെറ്റിപ്പോകുന്നു. എനിക്ക് തോന്നുന്നത് പ്രണയം, സ്നേഹം എന്നിവയിൽ വേണ്ടത്ര അവബോധം കുറച്ച് പേർക്കെങ്കിലും ഇല്ലാതെ പോകുന്നത് കൊണ്ടാവും. അതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാത്ത ആൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന ചിന്ത, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ പാടില്ല എന്ന വാശി. ഇത് ഒരു തരം വൈകാരിക അടിമത്തമാണ്, ഇമോഷണൽ സ്ലേവറി. മനഃശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണത്തിൽ പ്രണയത്തിന് 4 ഘടകങ്ങളുണ്ട്. ഒന്ന്, ആത്മബന്ധം, അതായത് ഇൻറ്റിമസി. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി കൂടി ജീവിക്കാൻ തുടങ്ങുന്നു. എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണ് ആത്മബന്ധം. രണ്ടാമത്തത് ശാരീരികമായ ആകർഷണമാണ്. അത് സൗന്ദര്യത്തോടുള്ള ഭ്രമം തൊട്ട് ലൈംഗിക ആസക്തി വരെ ഉൾപ്പെട്ടതാണ്. മൂന്നാമത്തത് കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത. നമ്മൾ ഒരാളുമായി പ്രണയത്തിലായിരിക്കുമ്പോൾ തന്നെ മറ്റ് നിരവധി ആളുകളെ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. അവരിൽ പലരോടും ഭ്രമം തോന്നാം. എന്നാൽ ആ ബന്ധങ്ങൾക്കെല്ലാം ആരോഗ്യകരമായ അതിർവരമ്പുകൾ നിശ്ചയിച്ച് നമ്മളുടെ പ്രണയത്തെ തകർക്കാത്ത രീതിയിൽ കൊണ്ടുപോകുവാനുള്ള നിശ്ചയദാർഢ്യം, അതാണ് പ്രതിബദ്ധത. ഡെമോക്രസി ഇൻ ലവ്, അതായത് നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയുമായി എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ സമന്വയമുണ്ടാവണം എന്നില്ല. അത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ഐക്യത്തോടെ മുന്നോട്ട് പോകുവാൻ 2 പേർക്കുമുള്ള സ്വാതന്ത്ര്യമാണ് ഡെമോക്രസി ഇൻ ലവ് എന്ന് കരുതി നിബന്ധനകൾ വെച്ച് ഇഷ്ടപ്പെടാനോ പ്രണയിക്കുവാനോ ഒന്നും കഴിയില്ല. പരസ്പരം കണ്ട് പരസ്പരം മനസ്സിലാക്കി അതിങ്ങനെ തനിയെ മുളപെട്ടി വളർന്നങ്ങനെ വരണം. ചിലപ്പോൾ ജീവിതത്തിൽ കൂടെ ഉണ്ടാവാം, ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. രണ്ടായാലും അതിനെ സ്വീകരിക്കുവാനുള്ള സഹിഷ്ണുത ഉണ്ടായിരിക്കണം. ഒരാൾ പോയെന്ന് വെച്ച് വലിച്ചെറിയുവാനുള്ളതല്ല നമ്മുടെ വിലപ്പെട്ട ജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പ്രണയം മാത്രമല്ല ജീവിതം. ഒരാളുടെ ആയുസ്സിൽ അനുഭവങ്ങളുടെ ഏതോ ഒരിടത്ത് കിടക്കുന്ന ഒരു എപ്പിസോഡ് മാത്രമാണ് പ്രണയകാലം. ഇനി പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, കണ്ടില്ലേ, ഇതാണ് റോഡിലേക്ക് ഇറങ്ങിയാലുള്ള അവസ്ഥ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലരങ്ങനെയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അന്തരീക്ഷത്തിലൂടെയാണ് യാത്ര. ഒരു ദിവസം വാഹനാപകടങ്ങളിൽ എത്രയെത്ര ജീവനുകളാണ് പൊലിയുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. അതിനു മുമ്പ് നമുക്ക് ഒരിടം വരെ പോയിട്ട് വരാം.
ഇതാണ് ശ്യാമിൻ്റെ വീട്. അച്ഛൻ, അമ്മ, ഒരു പെങ്ങൾ അടങ്ങുന്നതാണ് ശ്യാമിൻ്റെ കുടുംബം. 27 വയസ്സുള്ള ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന ചെറുപ്പക്കാരൻ സിവിൽ സർവീസ് എന്ന സ്വപ്നവുമായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ജീവിതത്തെ കീഴ്മേൽ മറിച്ച ആ അപകടം സംഭവിച്ചത്. അതിനെക്കുറിച്ച് ശ്യാം തന്നെ പറയട്ടെ. ഞാൻ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിപ്പറേഷനിലിരിക്കുന്ന സമയമായിരുന്നു അത്. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ് ആയിട്ട് കിടക്കുകയും അച്ഛൻ്റെ അടുത്തേക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ എൻ്റെ ബൈക്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു അപകടം എനിക്ക് ഉണ്ടാകുന്നത്. എതിർദിശയിൽ വളരെ വേഗത്തിൽ വന്ന ഒരു കാർ എന്നെ ഇടിച്ചിടുകയും എനിക്ക് വളരെ അധികം പരിക്കുകളോടെ ഞാൻ അവിടെ റോട്ടിൽ കിടക്കുകയും ചെയ്തിരുന്നു. ആ അപകടം നടന്ന ഉടനെ തന്നെ അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും നാട്ടുകാർ കൂടി അവരെ പിടികൂടി. അതിനുശേഷം നാട്ടുകാരും ആ ഡ്രൈവറെയൊക്കെ വെച്ച് എന്നെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് അയക്കുകയായിരുന്നു. ആ ഒരു അപകടത്തിൽ എനിക്ക് വളരെയധികം പരിക്കുകൾ പറ്റുകയുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു 6ഓളം ഫ്രാക്ചറുകൾ എൻ്റെ ശരീരത്തിൽ ബാധിക്കുകയും അതെന്നെ എൻ്റെ വരുന്ന പരീക്ഷകളെ ബാധിക്കുകയും വരുന്ന എൻ്റെ പല സ്വപ്നങ്ങളെയും ബാധിക്കുകയും ചെയ്ത രീതിയിലായിരുന്നു ഒരു ആക്സിഡൻറ്റ്. 5ഓളം സർജറികൾ തന്നെ ആ ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് എനിക്ക് നടത്തുകയും പൂർണ്ണമായി ബെഡ് റെസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് ആകെ അനക്കാൻ കഴിയുന്ന എൻ്റെ കഴുത്തുകൾ മാത്രമായിരുന്നു. ബാക്കി ശാരീരികമായും മാനസികമായും എല്ലാം വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയത്താണ് എൻ്റെ ജീവിത ലക്ഷ്യമായ സിവിൽ സർവീസിനെ വരെ തച്ചുടച്ച രീതിയിൽ ആ ഒരു അപകടം നടക്കുന്നത്. ഈ അപകടത്തെ തുടർന്ന് ഉണ്ടാകുന്ന മാനസികമായ വിഷമം, അതിനെ കൂടാതെ അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ വരുന്ന സാമ്പത്തിക നഷ്ടം, അത് എൻ്റെ വീട്ടുകാരെയും എന്നെയും വളരെ രീതിയിൽ മാനസികമായിട്ട് തന്നെ അത് ബാധിക്കുകയാണ് ഉണ്ടായത്. കൂടാതെ അച്ഛനും ഞാനും ഒരേ സമയം തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഒരവസ്ഥ, വീട്ടുകാർക്കത് ഹാൻഡിൽ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ആ ഒരു ഒറ്റൊരു വ്യക്തിയുടെ അശ്രദ്ധയും അദ്ദേഹം നമ്മളുടെ നാട്ടിലെ നിയമത്തിനെതിരെ രീതിയിൽ പോയതുകൊണ്ട് മാത്രമാണ്. ഇതെല്ലാം ഉണ്ടാവാതിരിക്കാൻ നമ്മളെ ഓരോരുത്തരും നിയമാനുസൃതമായി തന്നെ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ അതിനെ പൂർണ്ണമായും അതിനെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. റോഡ് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അത് കണിശമായും പാലിക്കുവാനുള്ള ഉത്തരവാദിത്തം വാഹനമോടിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. നോക്കൂ, ലോക ജനസംഖ്യ 788 കോടിയിലും ഇന്ത്യയിലെ ജനസംഖ്യ 142 കോടിയിലും എത്തിയിരിക്കുന്നു. ലോകത്തെ വാഹന അപകടങ്ങളിൽ ദിനംപ്രതി മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നവരുടെ കണക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല അപകടങ്ങൾക്കും കാരണം അശ്രദ്ധയും അലസതയുമാണ്. അമിത വേഗം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ, ഹെൽമറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ, കൂടാതെ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന അപകടങ്ങൾ, പിന്നെ മത്സരബുദ്ധി, വൈരാഗ്യബുദ്ധി, ക്ഷമയില്ലായ്മ എന്നിവയിലൂടെയും എത്രയെത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് റോഡ് അപകടങ്ങളെ പറ്റിയുള്ള പഠനങ്ങളെക്കുറിച്ച് നോക്കാം. ലോകത്ത് ഒരു വർഷം 13 ലക്ഷം ആളുകളാണ് വാഹനാപകടങ്ങളിൽ മരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടായ അപകട മരണത്തിൻ്റെ കണക്കുകൾ ഇങ്ങനെയാണ്. 2017 4,45,000 അപകടങ്ങൾ നടന്നു. അതിൽ 4,56,000 പേർക്ക് പരിക്ക് പറ്റുകയും 1,50,000 പേർ മരിക്കുകയും ചെയ്തു. 2018 4,48,000 അപകടങ്ങളും 1,52,000 മരണങ്ങളും 4,46,000 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. 2019 4,37,000 പേർക്ക് അപകടം പറ്റുകയും 1,34,000 പേർ മരിക്കുകയും 4,39,000 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. 2020 3,54,000 പേർക്ക് അപകടം പറ്റുകയും 1,33,000 പേർ മരണപ്പെടുകയും 3,35,000 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. 2021 4,12,000 പേർ അപകടപ്പെടുകയും 1,53,000 പേർ മരണപ്പെടുകയും 3,84,000 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അതിൽ 46,593 പേർ ഹെൽമറ്റ് ഇല്ലാത്തതുകൊണ്ടും 16,397 പേർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതുമാണ് മരണകാരണം. ഇന്ത്യയിൽ ഒരു മണിക്കൂറിൽ 18 അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഒരു ദിവസം വിവിധ അപകടങ്ങളിലായി 426 പേർ മരിക്കുന്നുണ്ട്. 2022 1,00,000 അപകടമരണങ്ങൾ ഉണ്ടായി. അതിൽ 25% മരണങ്ങളും യുവാക്കളായിരുന്നു.
20% പേർ 14 വയസ്സ് താഴെയുള്ളവരായിരുന്നു. പല അപകടങ്ങൾക്കും കാരണം ഓവർ സ്പീഡാണ്. ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുവാനുള്ളതാണ് റോഡ്. വാഹനവുമായി നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ മടങ്ങിവരവും കാത്ത് മാതാപിതാക്കളും സഹോദരങ്ങളും ഭാര്യയും മക്കളും ഉറങ്ങാതിരിക്കുകയാണ്. നിങ്ങളുടെ ഒരശ്രദ്ധ കാരണം ബന്ധുക്കളുടെ കണ്ണുകൾ നനയാതിരിക്കട്ടെ. റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിച്ച് സിഗ്നലുകൾ മാനിച്ച് നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കൂ. ആ യാത്രയ്ക്കും ഒരു ലഹരിയുണ്ട്. സമൂഹത്തെ കാർന്നു തിന്നുന്ന വിഷലിപ്തമായ യഥാർത്ഥ ലഹരിയെക്കുറിച്ച് കൂടി പറയാതെ പോയാൽ പൂർണ്ണമാവില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയാൽ മരണം കൈപിടിച്ചു എന്ന് കൂടി അർത്ഥമുണ്ട്. പണ്ടൊക്കെ മുറുക്കാനായിരുന്നു ലഹരി, പിന്നീട് അത് ബീഡിയിലേക്കും സിഗരറ്റിലേക്കും എത്തിപ്പെട്ടു. കുറെ കൂടെ കടുപ്പത്തുള്ള ലഹരി ആഗ്രഹിച്ചപ്പോൾ കഞ്ചാവിലേക്കും എത്തിപ്പെട്ടു. ഇന്നത് സിന്തറ്റിക് ലഹരി മരുന്നുകളിൽ എത്തി നിൽക്കുന്നു. വിവിധ തരത്തിലുള്ള ലഹരി മരുന്നുകളുടെ പേര് പറഞ്ഞ് അറിയാത്തവരെ കൂടി അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും വിവിധങ്ങളായ ലഹരി ഉപയോഗം മൂലം സമൂഹവും യുവതലമുറയും നശിക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാനാവില്ല. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ പോലും അടിമയാകുന്ന തരത്തിലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് ഇന്നുള്ളത്. നിലവിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ ശതമാനക്കണക്കിങ്ങനെയാണ്. പുകവലിക്കുന്നവർ 77.16%. മദ്യം ഉപയോഗിക്കുന്നവർ 69.05%. കഞ്ചാവ് 63.05% പേരുമാണ്. അതായത് ലഹരി എന്താണ് എന്നറിയാൻ വേണ്ടി ഉപയോഗിച്ച് നോക്കുന്നവർ 78% പേരാണ്. മറ്റുള്ളവരുടെ സ്വാധീനം മൂലം ഉപയോഗിക്കുന്നവർ 72%. സന്തോഷം പ്രതീക്ഷിച്ച് ഉപയോഗിക്കുന്നവർ 51.05%. പുകവലിയുടെ ലഹരിയിലേക്ക് എത്തുന്നവർ 78.01% പേരാണ്. സുഹൃത്തുക്കൾ വഴി 79% പേർ എത്തുമ്പോൾ കുടുംബങ്ങളിലെ സ്വാധീനം കൊണ്ട് 5% പേരും ലഹരിക്ക് അടിമയാകുന്നുണ്ട് എന്നുള്ളത് ഗൗരവമായി കാണേണ്ടതുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിൽ 6 മാസത്തിനുള്ളിൽ 1600 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ പെൺകുട്ടികൾ, ഗർഭിണികൾ, വീട്ടമ്മമാർ, ഡെലിവറി ബോയ്സ് തുടങ്ങി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ വരെ ഉണ്ട്. ഓരോ ദിവസവും എത്രയെത്ര കേസുകളാണ് പിടിക്കുന്നത്. എന്നിട്ടും ഈ ലഹരിക്കടത്തിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുന്നുണ്ടോ? കാരണം ലഹരി മാഫിയ അത്രയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. DJ പാർട്ടികളിൽ, കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ, ടൂറിസം കേന്ദ്രങ്ങളിൽ എന്ത് വേണ്ട സകലയിടത്തും ജീവവായു പോലെ സുലഭമാണ് ഇന്ന് ലഹരി വസ്തുക്കൾ. ഇതിന് അറുതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്നും തന്നെ തുടങ്ങണം. വിദ്യാർത്ഥികളായ നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയണം. ഇടയ്ക്ക് കുട്ടികളുടെ ബാഗും പുസ്തകവും പരിശോധിക്കണം. നമ്മളുടെ മക്കളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇടയ്ക്കൊക്കെ സ്കൂളിലും കോളേജിലും ചെല്ലുകയും അധ്യാപകരുമായി പഠനത്തെക്കുറിച്ച് അറിയുകയും വേണം. കുട്ടികളെ സംശയിക്കുന്ന രീതിയിലോ അലോസരപ്പെടുത്തുന്ന രീതിയിലോ യാതൊരു പെരുമാറ്റവും ഉണ്ടാകുവാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ പരസ്പരം കൈമാറാൻ കഴിയണം. മറ്റു കുട്ടികളെ താരതമ്യപ്പെടുത്തിയുള്ള സംസാരം മാർക്കല്പം കുറഞ്ഞു പോയാൽ അതിനെപ്പറ്റിയുള്ള കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കണം. എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായാലും അതൊക്കെ പരിഹരിച്ച് അതിജീവിക്കുവാനുള്ള കരുത്ത് നമ്മൾ അവർക്ക് പകർന്നു നൽകണം. ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്താൽ കുട്ടികൾ വഴിതെറ്റുന്നതിൽ നിന്നും രക്ഷിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. ലഹരിക്കടിമപ്പെട്ട അച്ഛൻ 6 വയസ്സുള്ള മകളെ കഴുത്ത് ഞെരിച്ച് കൊന്നത് നമുക്ക് മറക്കാം. 50 പൈസ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ തട്ടുകടയിൽ വെച്ചുണ്ടായ കത്തിക്കുത്തും മരണവും നമുക്ക് മറക്കാം. സ്വന്തം ഭർത്താവിനെ വിഷം കൊടുത്ത് കൊന്നിട്ട് കാമുകനെ സ്വീകരിച്ച ഭാര്യയുടെ അവിവേകത്തെയും മറക്കാം. സ്വന്തം ക്ലാസ്സിലെ കൂട്ടുകാരിക്ക് മയക്കുമരുന്ന് നൽകി ആ കുഞ്ഞിൻ്റെ ജീവിതം തകർത്ത സഹപാഠിയുടെ
വിവരമില്ലായ്മയും മറക്കാം. കാമുകന് ജ്യൂസിൽ വിഷം കൊടുത്തു കൊന്ന കാമുകയുടെ സ്വാർത്ഥതയുമൊക്കെ നമുക്ക് മറക്കാം. പുതിയൊരു തലമുറയുടെ പുതിയൊരു ജീവിതം മഴവില്ല് പോലെ നിറങ്ങളുള്ളതായി തീരാൻ പോരാടാം. ആരോഗ്യമുള്ള സമൂഹത്തിനും ആരോഗ്യമുള്ള ജനതയ്ക്കും വേണ്ടി നമുക്ക് കൈകോർക്കാം. കാരണം ജീവിതം അത്രമേൽ സുഖകരമാകുന്നത് ശാന്തിയും സമാധാനവും ഉള്ളിടത്ത്.